അശ്വതി വിശ്വനാഥനുണ്ട്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണ് അശ്വതി? സേതു, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ സ്കൈവാച്ചിലേക്ക് സ്വാഗതം. ഇത്തവണ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നേരത്തെ കേരളത്തിൽ എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒക്കെ നിരീക്ഷണം. ഈ മാസം 27-ന് കാലവർഷം എത്തുമെന്നാണ് പ്രവചനം. 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ആകാനും സാധ്യതയുണ്ട്. ഇനി ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്. എന്നാൽ ഒരു ജില്ലകളിലും പ്രത്യേക അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും മഴ സാധ്യത നിലനിൽക്കുന്നുമുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഈ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയൊക്കെയാണ് പ്രവചനം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഓർത്തെടുക്കാം. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉടനെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറാനായിട്ട് ശ്രമിക്കണം. അതായത് തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. ആ സന്ദർഭങ്ങളിൽ ഈ ജനലിനും വാതിലിനൊക്കെ അടുത്ത് നിൽക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഈ വൈദ്യുത ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ആ ഒരു സമയത്ത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. അതുപോലെ തന്നെ വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇത്രയും കാര്യങ്ങളാണ് കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക അധികൃതർക്ക് ഉള്ള നിർദ്ദേശമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുക, അനുസരിക്കുക. അതേസമയം സംസ്ഥാനത്ത് പകൽ സമയം ഉയർന്ന താപനില ഉണ്ടാകാനിടയുണ്ട്. ഈ വയനാട്, ഇടുക്കി, തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. അതായത് ഏതൊക്കെ ജില്ലകളിലാണ് കൂടുതൽ താപനില ഉയരാനുള്ള സാധ്യത എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് ഉയരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പ്രവചനം. അതുപോലെ കോട്ടയം, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില ഉയരാനുള്ള സാധ്യത. അതേസമയം പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, പത്തനംതിട്ടയിൽ 36, ഈ 4 ജില്ലകളിലും 36, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അടുത്തതായി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥ വിശേഷങ്ങൾ. ചെയ്തു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും നാളെ സ്കൈവാച്ചുമായി കാണാം. ഓക്കെ അശ്വതി.